ഹേ ഡാർലിങ്സ്, വെൽക്കം ടു യെറ്റ് അനദർ വ്ലോഗ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ദിസ് ഈസ് മൈ കസിൻ ആതിര എന്നാണ് ചേച്ചീൻ്റെ പേര്. അമ്മു എന്ന് വിളിക്കും. ഞാനും വേറൊരു അമ്മു ആണ് കേട്ടോ. അതിന് ഇതുവരെ ഡിസ്ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ ഒരേ ഫാമിലി, ഇതെൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മകളാണ്. ഞങ്ങൾ രണ്ടുപേരെയും അമ്മു എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് വലിയമ്മു, ഞാൻ ചെറിയമ്മു. കാഴ്ചയ്ക്ക് തിരിച്ചാണെങ്കിൽ പോലും പ്രായം കൊണ്ട് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ കാർ ഓടിക്കുന്നതാണ് എൻ്റെ വല്യച്ഛൻ, സൈഡിലിരിക്കുന്നത് എൻ്റെ അച്ഛൻ. ആ വിക്ടറി കാണിച്ചുകൊണ്ട് പോയതാണ് ഞങ്ങളുടെ കുട്ടിശങ്കരൻ അഥവാ ചിങ്കുട്ടൻ. ചിങ്കുട്ടൻ എന്ന് പറയുന്നത് എൻ്റെ വല്യച്ഛൻ്റെ മൂത്ത മകളുടെ മകനാണ്. അപ്പോൾ ഇവർ തൃശ്ശൂരിൽ നിന്ന് വന്നതാണ്. 2 ദിവസത്തെ സ്റ്റേക്ക് വേണ്ടിയിട്ട് വെറുതെ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ തൊട്ട് ചിങ്കൂട്ടന് വാട്ടർ മെട്രോയിൽ കയറണം എന്നൊരേ ആഗ്രഹം. അപ്പോൾ അവൻ ഇതിനെപ്പറ്റി കുറേ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കയറാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് കാക്കനാട് അടുത്താണ് കേട്ടോ. ഈ വാട്ടർ മെട്രോയുടെ വളരെ അടുത്താണ്. നമ്മളെവിടെ പോവാ? ഹാപ്പി ആയോ? വെച്ചോടാ, കണ്ടില്ല അവൻ്റെ ഒരു സന്തോഷം. അപ്പോൾ ഈ ഒരു സന്തോഷമാണ് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത്. അപ്പം ഞാൻ സത്യത്തിൽ ഇവിടെ ആ ക്യൂവിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ അറിയുന്നത് എൻ്റെ അച്ഛനും ആദ്യമായിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറുന്നത് എന്നുള്ളത്. ഞാൻ മുമ്പ് നമ്മുടെ ഓഫീസ് കടവന്ത്ര ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കുറച്ച് ദിവസങ്ങളൊരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. ഇവിടുന്ന് വാട്ടർ മെട്രോ കയറി വൈറ്റില ചെന്നിട്ട് അവിടെ നിന്ന് നമ്മുടെ മെട്രോ കയറിയിട്ട് കടവന്ത്ര സ്റ്റേഷനിൽ ഇറങ്ങാനും അങ്ങനെ പോകാനും ഒക്കെ ആയിട്ട് വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതിൻ്റെ ടൈമിംഗ് പിടിക്കൽ ഇത്തിരി പണിയുന്നു. ഒരു 20 മിനിറ്റ്സ് ഇടവിട്ടാണ് കാക്കനാട് നിന്ന് വൈറ്റിലേക്കും വൈറ്റിലയിൽ നിന്ന് കാക്കനാടും മെട്രോ ഉള്ളത്. കൺവീനിയൻ്റ് ആണോ എന്ന് ചോദിച്ചാണ്. പക്ഷേ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ 7 മണി വരെ വാട്ടർ മെട്രോ ഉണ്ട്. പക്ഷെ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ഞാൻ പോകുന്ന സമയത്ത് 30 രൂപയായിരുന്നു ടിക്കറ്റ്. ഇപ്പം 40 രൂപയാക്കിയിട്ടുണ്ട് ടിക്കറ്റ്. അത്രയൊക്കെ ചേഞ്ചസൊക്കെയാണ് വന്നിട്ടുള്ളത്. കുറച്ചും കൂടെ സ്പീഡ് കൂടിയോ എന്നൊരു സംശയമുണ്ട്. എന്തായാലും സന്തോഷമേ ഉള്ളൂ. അപ്പം അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. നമ്മൾ നല്ല സുഖസുന്ദരമായിട്ട് സുഭിക്ഷമായിട്ട് ആണ് ഇരുന്ന് വന്നത്. ഇരുന്നോ കിടന്നോ നടന്നോ ഓടിയൊക്കെ വരാമായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ ചിങ്കൂട്ടം ഭയങ്കര ഹാപ്പിയാണ്. വെളിച്ചനും ഹാപ്പിയാണ്, ചേച്ചിയും ഹാപ്പിയാണ്, അച്ഛനും ഹാപ്പിയാണ്. ഇൻഫാക്ട് നമ്മുടെ ഈ ട്രിപ്പിൽ അമ്മയും കൂടെ വരാനിരുന്നതായിരുന്നു. പക്ഷെ ലാസ്റ്റ് മിനിറ്റാണ് അമ്മ ഒഴിവാകുന്നത്. ഐ എം വെരി ഷുവർ അമ്മ നന്നായിട്ട് എൻജോയ് ചെയ്യുമായിരുന്നു വരുമായിരുന്നെങ്കിൽ. ഇപ്പം നമ്മുടെ ചിങ്കൂട്ടൻ അവൻ്റെ അമ്മേനെ, അവർ ഡൽഹിയിലാണേ, അപ്പോൾ അവൻ്റെ അമ്മേനെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറുകയാണ്, അവൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് അമ്മേനെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി നോക്കുക. എൻ്റെ അമ്മേനെ അത് കാണിക്കാൻ പറ്റാത്തതിലുള്ള വിഷമം എനിക്കുണ്ട്. പിന്നെ അമ്മേനെയും കൊണ്ട് നമുക്ക് പിന്നെ ഒരു ദിവസം പോകാം അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് അജണ്ടകളൊന്നും ഇല്ലാത്തൊരു യാത്രയാണിത്. ഓക്കെ, ഇവിടെ നിന്ന് വൈറ്റില ചെല്ലാം. വൈറ്റിലയിൽ വല്യമ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബൈ ദ വേ, ഇത് നമ്മളവിടെ മെട്രോയിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നിന്നപ്പോൾ കണ്ടതാണ്. ഇപ്പോൾ ഈ പൊന്മനത് അവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വല്യമ്മേനെ വിളിക്കാൻ വേണ്ടി. വല്യമ്മ ചേർത്തല വരെ പോയിരിക്കണം. വല്യമ്മ എന്ന് പറഞ്ഞാൽ വെല്ലിച്ചൻ്റെ വൈഫാണ്. അപ്പോൾ ചേർത്തല വരെ പോയിരിക്കുകയാണ്. വല്യമ്മേനെ പിക്ക് ചെയ്യാം തിരിച്ച് വരുമ്പോൾ എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണുള്ളൂ. അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ കാർ അവിടെ പാർക്കിങ്ങിൽ തന്നെ ഇട്ടിട്ടാണല്ലോ പോന്നിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദുരുദ്ദേശവും ഉദ്ദേശവും ഇല്ലാത്ത ഒരു യാത്ര, വളരെ ഫ്രീ ആയിട്ടുള്ളൊരു യാത്ര. ആൻഡ് പോകുന്ന വഴിക്ക് നമ്മുടെ കൊച്ചി എന്ത് മനോഹരമാണെന്ന് തെളിയിക്കുന്ന കാഴ്ചകളായിരുന്നു ഉടനീളം കണ്ടുകൊണ്ടിരുന്നത്. എന്തൊക്കെ ടെറൈൻസ് ഉള്ള ഒരു സ്ഥലമാണ് നമ്മുടെ കൊച്ചിയിൽ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കുറച്ച് നാൾ ഞാനൊന്ന് തിരുവനന്തപുരത്തേക്ക് മാറി നിന്നിരുന്ന സമയത്ത്, ഇപ്പോഴല്ല മുമ്പ് തിരുവനന്തപുരത്തായിരുന്ന സമയത്ത്, ഞാൻ തിരിച്ചു വരുമ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും തിരുവനന്തപുരമാണോ കൊച്ചിയാണോ കൂടുതൽ ഇഷ്ടം എന്ന് ചോദിക്കുമ്പം എവിടെയോ ഞാൻ ആദ്യം പറയുക തിരുവനന്തപുരം എന്നായിരുന്നു. ബിക്കോസ് എനിക്ക് ആ സ്ഥലത്തിനോട് എന്തോ ഒരു സ്നേഹവും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ തിരിച്ച് ഒന്നും കൂടി റൂട്ടഡായിട്ട് നോക്കുമ്പോൾ എനിക്ക് കൊച്ചി തന്നെയാണ് ഇഷ്ടം. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് പോവാനായിട്ട് എനിക്ക് അത്ര മനസ്സനുവദിക്കുന്നില്ല. അപ്പോൾ ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ചകളും മേഘവും കുറേ കൊറ്റികളെയും അവരെല്ലാവരും കൂട്ടം കൂടിയിരിക്കുന്നതും ഇതെല്ലാം കണ്ട് വളരെ മനോഹരമായ ഒരു യാത്രയായിരുന്നു. കാക്കനാട് നിന്ന് വൈറ്റിലെത്താൻ ഒരു 20-25 മിനിറ്റ്സ് ആണ് എടുക്കുന്നത്. ആ സമയം പക്ഷെ നമുക്ക് വളരെ രസകരമായിട്ടും ആനന്ദകരമായിട്ടും പോകാനായിട്ട് പറ്റും. ബോറടിക്കുകയൊന്നുമില്ല. പക്ഷെ മുമ്പ് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ബോറടിക്കുമായിരുന്നു. കാരണം ഇങ്ങനെ നമ്മളൊന്നും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഒരു മൂവ്മെൻറ്റും കാണുന്നില്ല, വെള്ളം മാത്രമല്ലേ കാണുന്നുള്ളൂ എന്നൊക്കെ ഡെയിലി പോകുമ്പോൾ എനിക്ക് തോന്നുമായിരുന്നു. ഇപ്പോൾ പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും കയറി കഴിഞ്ഞപ്പോൾ ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ശ്രമിച്ചു ഞാൻ കുറച്ചും കൂടി. ആ വെള്ളവും മറ്റേ പച്ചപ്പും നീലാകാശവും, എന്താ പറയുക, നീലക്കടൽ പച്ച, എന്താ പറയുക, സംതിങ് അങ്ങനെ പറയില്ലേ. അപ്പോൾ അതൊക്കെ ഓർത്ത് എനിക്ക് വളരെ സന്തോഷമൊക്കെ തോന്നിയ ഒരു യാത്രയായിരുന്നു ഇത്.
അങ്ങനെ മെത്തി സ്ഥലമെത്തി നമ്മൾ വൈറ്റിലെത്തിയിരിക്കുകയാണ്. അവിടെ നിൽക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു അവിടെ നിൽക്കാൻ പറ്റും ഇത് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ എന്ന്. പക്ഷേ ഇല്ല, നമുക്ക് അവരുടെ ക്യാപ്റ്റൻസിന് മാത്രം നിൽക്കാൻ പറ്റുന്ന സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ വൈറ്റിലയിൽ ഇറങ്ങി, വൈറ്റില മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിരിക്കുകയാണ്. ഈ മെട്രോ സ്റ്റേഷൻ ക്രോസ് ചെയ്യുന്നിടത്ത് തന്നെയാണ് നമ്മളുടെ മെട്രോ ഉള്ളത്. ഐ മീൻ ലൈക്ക് വാട്ടർ മെട്രോ അല്ല, നോർമൽ മെട്രോ ഉള്ളത് എന്നുള്ളത് മിക്കവർക്കും അറിയായിരിക്കുമല്ലോ അല്ലേ. അപ്പോൾ ഭയങ്കര കൺവീനിയൻ്റ് ആണ് നമുക്ക് എറണാകുളത്തേക്കൊക്കെ പോകണമെങ്കിൽ. എനിക്ക് ആഗ്രഹമുണ്ട് ഇപ്പോൾ ഇതിപ്പം കുറച്ചും കൂടെ ഫോർട്ട് കൊച്ചിയിലേക്കും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ളത്. അപ്പോൾ അതല്ല ഇപ്പം ടൗണിലേക്ക് പോകാനാണ്, വേറെ എവിടേക്കെങ്കിലുമൊക്കെ പോകാനാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഹബ്ബിലേക്ക് ഇറങ്ങാനും ബസ്സിനും എല്ലാത്തിനും ഭയങ്കര കൺവീനിയൻ്റ് ആണ്. ഈ വാട്ടർ മെട്രോ വാങ്ങുന്നത് വളരെ നല്ലതാണ്. ആഫ്റ്റർ ലോങ് ടൈം അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറുകയാണ്. ഞാൻ കൊച്ചിയിൽ അങ്ങനെ അധികം ബസ്സിൽ കയറാറില്ല. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എന്തായാലും ഇവിടം വരെ വന്നില്ലേ, എന്നാൽ പിന്നെ കുറച്ച് സമയമുണ്ട്, അപ്പോൾ ഒന്ന് ഫോറം മാൾ കണ്ടിട്ട് വരാമെന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്ക് പഴങ്ങാട് ബസ് കിട്ടിയതുകൊണ്ട് വേഗം തന്നെ നമ്മൾ കയറി. വെറും 40 രൂപയ്ക്ക് ഞങ്ങൾ എല്ലാവരും ഫോറം മാളിൽ എത്തിയിരിക്കുകയാണ്. ഈ പറയുന്ന ഒരു യാത്രയും കുറച്ച് കൺവീനിയൻറ്റ് തന്നെയായിരുന്നു. ഫോറം മാളിൽ ഇത്തവണ പോയപ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ, ഭയങ്കര പ്രീമിയം ബ്രാൻഡ്സ് എല്ലാം തന്നെ ഉള്ളൊരു മോളാണ് ഇത് എന്നുള്ളത്. അവിടെ പലതരം എന്താ പറയുക ബ്രാൻഡുകളും എല്ലാം ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിങ്കൂട്ടന് ഒരു ചെരുപ്പ് വാങ്ങാനായിട്ടുള്ള പരിപാടിയിലാണ്. അപ്പോൾ മഴക്കാലമൊക്കെയാണ്. ചിങ്കൂന് സ്കൂൾ തുറക്കുന്നത് ജൂലൈയിലാണ് ഡൽഹിയിൽ. അപ്പോൾ അവനിപ്പോൾ ഇവിടെ നാട്ടിലുണ്ട് ഈ ഒരു മാസം. അപ്പോൾ അവന് മഴയത്ത് ഇടാൻ പറ്റുന്ന ചെരുപ്പൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ച്. അങ്ങനെ ഷൂ വേണ്ട എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷെ അവനത് കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയെന്ന് മാത്രം. ഇത് നമ്മളുടെ ലൈഫ് സ്റ്റൈലാണ് ഫോറം മാളിൻ്റെ അകത്തെ. ലൈഫ് സ്റ്റൈലിൽ സത്യത്തിൽ അവന് പറ്റിയ, അവൻ്റെ സൈസിന് പറ്റിയ ചെരുപ്പ് കിട്ടിയില്ല. കുറച്ച് നല്ല പാറ്റേൺസൊക്കെ കണ്ടെങ്കിലും പ്രത്യേകിച്ച് അങ്ങനെ നമുക്കൊരു ഗുഡ് ഫൈൻഡ് ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ഫോറം മാളിൽ മുഴുവൻ അന്വേഷിച്ചിട്ടും അവന് പറ്റുന്ന ഒരു ചെരുപ്പ് കിട്ടിയില്ല. എല്ലാ കടയിലും കയറിയത് അവന് ചെരുപ്പ് അന്വേഷിച്ചിട്ടാണ്. ഞാൻ എപ്പോൾ ഫോറം മാളിൽ പോയാലും എൻ്റെ മേജർ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെയുള്ള ഒരു പ്രത്യേക ഷോപ്പാണ്. ആൻഡ് ദിസ് ഇസ് ഇറ്റ്, ഹോം സെൻറ്റർ. എൻ്റെ ഫേവറേറ്റ് സ്ഥലമാണിത്. എത്ര നേരം വേണമെങ്കിൽ എന്നെ എൻ്റെ അടുത്ത് കഴിച്ചു വിട്ടാലും ഞാൻ അതിൻ്റെ ഉള്ളിൽ നിൽക്കും. ഇതിൻ്റെ ഓരോന്നിൻ്റെയും വിലയൊക്കെ നോക്കി, ഇതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച്, അതിലുള്ള എസെൻഷ്യൽ ഓയിൽസിൻ്റെ ഇത് സ്മെല്ലൊക്കെ അറിഞ്ഞ്, ക്യാൻഡിൽസിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ ചെയ്ത്, ചെടികളെല്ലാം കണ്ട്, അവിടെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ക്രോക്കറീസൊക്കെ കണ്ട്, അല്ലെങ്കിൽ അവിടുത്തെ റഗ്സും മാറ്റ്സും ഒക്കെ കണ്ട് ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നെ ഹാപ്പി ആക്കാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് സ്റ്റേഷനറി ഷോപ്സും ഇങ്ങനത്തെ ഹോം സെൻറ്റർ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹോം പ്രോഡക്ട്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. പക്ഷേ എന്നെ ഏറ്റവും വിഷമിപ്പിച്ചത് അതിനുശേഷം ഈ കുടിച്ച ചായയാണ് ഗൈസ്. ചായ നല്ലതാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ക്യാൻ യു ഇമാജിൻ ദ പ്രൈസ് ഓഫ് പഴംപൊരി? ഒരു ചായയ്ക്കും പഴംപൊരിക്കും എത്ര രൂപയാകാം മാക്സിമം? അതും സാധാ നോർമൽ നമ്മുടെ ചായ, വലിയ പ്രത്യേകതയൊന്നും പറഞ്ഞില്ല. സി ദിസ് ഇസ് ഇറ്റ്. 4 പേര് ചായയും പഴംപൊരിയും കഴിച്ചതിന് 328 രൂപ. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, പുറത്തുനിന്ന് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞതാണ്, കേട്ടില്ല. ആൻഡ് അതിന് മാത്രം, അതായത് ഇൻക്ലൂഡിങ് ടാക്സ് 42 റുപ്പീസാണ് ഈ പഴംപൊരിക്ക്. 42 രൂപയ്ക്കുള്ള പഴംപൊരി ഉണ്ടോ അതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പിന്നെ എൻ്റെ ഐഡിയയായി പോയി. അതിനുശേഷം ഞാനും ചേച്ചിയും മെല്ലെ ഒന്ന് അവരുടെ അടുത്തുനിന്നൊന്ന് മൂവ് ചെയ്തു. ബിക്കോസ് കുട്ടീഷിന് ഫൺ സിറ്റിയിൽ കയറണം എന്ന് ഒരേ വാശി. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, മെല്ലെ അവിടെയുള്ള കുറച്ച് ഷോപ്സൊക്കെ ഒന്ന് വിൻഡോ ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മാർക്ക് ആൻഡ് സ്പെൻസേഴ്സിൽ ആദ്യം കയറുകയാണ്. എൻ്റെ ഒരു മേ ബി മിഡിൽ ക്ലാസ് മെൻറ്റാലിറ്റിയിലൂടെ നോക്കുന്നത് കൊണ്ട് എനിക്ക് അവിടെ ഉള്ളതെല്ലാം അത്ര ഒരു അഫോർഡബിൾ റേഞ്ചിലുള്ളതാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ലായിരുന്നു. പക്ഷെ അതിന് ശേഷം ഞങ്ങൾ H&M പോയപ്പോൾ എനിക്ക് തോന്നി കുഴപ്പമില്ല എന്നുള്ളത്. ഇത് നമ്മുടെ ചിങ്കൂട്ടൻ വാശി പിടിക്കുന്നതാണ് കേട്ടോ. അവന് ഫൺ സിറ്റിയിൽ കയറാൻ പറ്റിയില്ല. ബിക്കോസ് അവിടെയും പിള്ളേർക്ക് മറ്റേ നമ്മളുടെ ടിക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് 1600 റുപ്പീസിനാണ്. അപ്പോൾ അതുകൊണ്ട് ഫൺ സിറ്റി അത്ര ഫണ്ണായിട്ട് വലിയച്ഛന് തോന്നിയില്ല. അങ്ങനെ അവിടുത്തെ പര്യടനമെല്ലാം അവസാനിപ്പിച്ച് വല്യമ്മ തിരിച്ചെത്താറായി എന്നുള്ളത് അറിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് തിരിച്ച് വൈറ്റില ഹബ്ബിൽ എത്തിയിരിക്കുകയാണ്. ആ ചായയുടെ വിഷമം തീർക്കാൻ അച്ഛനും വലിയച്ഛനും വീണ്ടും ഒരു ചായയും കുടിച്ചിരിക്കുന്ന സമയത്ത് വല്യമ്മ എത്തിയിരിക്കുന്നു. ഇതാണ് വല്യമ്മ. വല്യമ്മ എന്നൊരു എക്സാമൊക്കെ എഴുതാൻ വേണ്ടി പോയതാണ്. എനിക്ക് വലിയൊരു ഇൻസ്പിറേഷനാണ് സത്യത്തിൽ വല്യമ്മ എന്ന് പറയുന്നത്. ഈവൻ ആഫ്റ്റർ റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത് അങ്ങനെ ഒരു വലിയൊരു സംഭവമല്ല, അല്ലെങ്കിൽ അതൊരു ലൈഫ് എൻഡിങ് പോയിൻ്റ് ഒന്നുമല്ല. എല്ലാവർക്കും അതിന് ശേഷം ലൈഫ് ഉണ്ട് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈഫാണ് വല്യമ്മയുടെ വല്യച്ഛനെ. അപ്പോൾ അതിനുശേഷം ഞങ്ങൾ ചിങ്കുവിന് ചെരുപ്പ് വാങ്ങാൻ വേണ്ടി വീണ്ടും പോയിരിക്കുകയാണ്. ഇത് നമ്മളുടെ ഈ ഷോപ്പിൻ്റെ പേര് ഞാൻ മറന്നുപോയി സത്യത്തിൽ. എന്തായാലും അവിടുന്ന് ചിങ്കുവിനൊരു അടിപൊളി ചെരുപ്പും കിട്ടി, അവനൊരു സൺഗ്ലാസും കിട്ടി. അവനും ഹാപ്പിയായി, നമ്മളും ഹാപ്പി. അവന് വേറെ ഒന്നും വാങ്ങിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അതെല്ലാം അവിടെ നിന്ന് അവന് വാങ്ങിച്ചെടുത്തു. കുറുമ്പനാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ
തിരിച്ച് വീട്ടിൽ വന്നു. ആൻഡ് ഇറ്റ്സ് ബീൻ എ ലോങ് ടൈം. മഴയൊക്കെ ആയിട്ട് ഞാനൊന്നും പുറത്തു പോയിട്ടില്ല, ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ചേച്ചി വന്ന ഒരു ഗ്യാപ്പിൽ അങ്ങനെ അച്ഛനോടും ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ ഒരു നൈറ്റ് റൈഡിന് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ സത്യത്തിൽ ഒന്ന് പനമ്പള്ളി വരെയൊക്കെ പോയി തിരിച്ച് വരുന്ന വഴിയാണിത്. കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു, കുറേ നല്ല ടൈം ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിരുന്നു. ചെറുപ്പം മുതലേ എൻ്റെ ഒരു ക്രൈം പാർട്ട്ണറാണ് ചേച്ചി കേട്ടോ. ആൻഡ് യെസ്, വി ഓൾവേസ് ഹാഡ് ഈച്ച് അതേഴ്സ് ബാക്ക്. അപ്പം അത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള ഒരു ആശംസയോടുകൂടി ഇന്നത്തെ വ്ലോഗ് നിർത്തുന്നു. ടാറ്റാ, ബൈ.